എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു കഠിന കാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് ക്രമാതീതമായി ഉയരുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൂടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന്റെ വലിയ ഭീതിയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കേരളത്തെ ഒരു ഉഷ്ണ തരംഗ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി തന്നെ ഉഷ്ണ തരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുൾപ്പെടെ ചില വാർത്തകളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഒരു സെൽഫ് ലോക്ക്ഡൌൺ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി എല്ലാവരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് നമ്മൾ കാട്ടിയ ജാഗ്രത പോലെ തന്നെ എല്ലാവരും സ്വയം ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണം. അത് ഈ ചൂട് കൂടിയ സമയത്ത് പുറത്ത് ഇറങ്ങുന്നതിൽ ഒരു ലോക്ക്ഡൌൺ എന്നതാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. സൂര്യാതപമേറ്റ് മരണങ്ങൾ വരെ സംഭവിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശം വരുന്നത്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു ഇതിന്റെ വിശദാംശങ്ങളുമായി. അരുൺ, മുഖ്യമന്ത്രി വളരെ വിശദമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇതിലിട്ടിരിക്കുന്നത്. മനുഷ്യർ പാലിക്കേണ്ടുന്ന കരുതൽ, ഒപ്പം തന്നെ മൃഗങ്ങളെ എങ്ങനെ കരുതണം എന്നതുൾപ്പെടെ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനം ഇതുവരെയൊന്നും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഉഷ്ണ കാലത്തെ നേരിടുകയാണോ? എന്താണ് ഇതിന്റെ ഉള്ളടക്കം? എന്തൊക്കെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ? സംസ്ഥാനത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിലാണ് പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി തന്നെ ഉഷ്ണ തരംഗ മുന്നറിയിപ്പ്, ഹീറ്റ് വേവ് അലർട്ട് നൽകിയിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായതിനാൽ മറ്റു ജില്ലകളിലും അനുഭവപ്പെടുന്ന ചൂട് വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്താനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ജീവൻ നഷ്ടപ്പെടാൻ വരെ ഇത് കാരണമായേക്കാം. നമ്മൾക്ക് ഇന്ന് തന്നെ കണ്ണൂരിൽ യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ലോക്ക്ഡൌണിലേക്ക് പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്തെങ്കിലും ഒരു സെറ്റ് ലോക്ക്ഡൌണിലേക്ക് പോകണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. ഈ സമയം നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. കോവിഡ് കാലത്തെ പോലെ ഇതൊരു സെറ്റ് ലോക്ക്ഡൌൺ സമയമായി കണ്ട് അനാവശ്യ യാത്രകളും പുറം പണികളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. വീടിനകത്തും തൊഴിലിടങ്ങളിലും നല്ല വായു സഞ്ചാരം ഉറപ്പാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി നൽകുന്നത്. പ്രത്യേക ശ്രദ്ധ വേണ്ടവരുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, മുലയൂട്ടുന്ന അമ്മമാർ ഉൾപ്പെടെയുള്ള വളരെ പ്രത്യേക പരിചരണം ആവശ്യമുള്ള ആളുകളൊക്കെ പൂർണ്ണമായും പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. പൊതുപരിപാടികൾക്ക് സംസ്ഥാനത്ത് നിയന്ത്രണം വേണം. പകൽ 11 മുതൽ 3 വരെ തുറസായ സ്ഥലങ്ങളിലെ പൊതുയോഗങ്ങൾ, കലാകായിക പരിപാടികൾ എന്നിവ പാടില്ല. ഉത്സവങ്ങളിലെ പകൽപ്പൂരങ്ങൾ, ആന എഴുന്നള്ളത്ത്, വെടിക്കെട്ട് എന്നിവ ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. തീപിടുത്ത സാധ്യതകൾക്കെതിരെ കടുത്ത കരുതൽ വേണം. ഇപ്പോൾ നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് മുക്കുന്നിമലയിൽ വലിയ കാട്ടുതീയായിരുന്നു. വിശാലമായ പ്രദേശമാണ് അവിടെ, വലിയ കാട്ടുതീ അവിടെ. പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം കുറച്ചുകൂടി എളുപ്പത്തിലായിരിക്കുന്നു. പക്ഷെ പലയിടങ്ങളിലും ഇത്തരത്തിൽ കാട്ടുതീ ഉണ്ടാകാറുണ്ട്. മിണ്ടാപ്രാണികളെ പരിഗണിക്കണമെന്ന് കോവിഡ് കാലത്ത് എന്നതുപോലെ മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നു. എല്ലാ സംവിധാനങ്ങളും നേടാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണ്. പകൽ സമയത്തെ പുറംപണി ഒഴിവാക്കുന്നതിന് തൊഴിൽ വകുപ്പ് നേരത്തെ തന്നെ വേനൽക്കാലത്ത് തുടക്കത്തിൽ തന്നെ ജോലി സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ട്രാഫിക് പോലീസുകാർക്ക് കുടിവെള്ളവും തണലും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂണിഫോമിൽ ഇളവ് നൽകണം. പോലീസുകാർ യൂണിഫോം തന്നെ ഈ സമയത്ത് ഉപയോഗിക്കാൻ നിർബന്ധം പാടില്ല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളടക്കം പ്രത്യേക സംവിധാനങ്ങൾ, തണ്ണീർ പന്തലുകൾ ഒരുക്കാനുള്ള ഒരു ആഹ്വാനം മുഖ്യമന്ത്രി നടത്തുന്നു. അങ്ങനെ വലിയൊരു വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ സംസ്ഥാനം കടന്നുപോവുകയാണ്. നമുക്കറിയാം 2018 പ്രളയം, അതിനുശേഷം ഉണ്ടായ വലിയ വെള്ളപ്പൊക്കം, അതിന് എതിർ സാഹചര്യത്തിലേക്ക് ചൂട് കൊണ്ട് സംസ്ഥാനത്ത് വളരെയധികം ജാഗ്രത വേണ്ട സമയത്തിലൂടെ കേരളം കടന്നുപോകുന്നു. ആശ്വാസമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാനുള്ള ഒരു കാര്യം. അതിശക്തമായ ഒരു വേനൽ മഴ, ഞാനിപ്പോൾ തിരുവനന്തപുരം നഗരത്തിലാണുള്ളത്. ഈ ഭാഗത്ത് അതിശക്തമായ വേനൽ മഴ പെയ്യുന്നു എന്നൊരു ആശ്വാസമുണ്ട്. വേനൽ മഴ ഈ പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം ഒരുപക്ഷെ ആയേക്കാം. എങ്കിലും വരും ദിവസങ്ങളിൽ, നാളെ അടക്കമുള്ള ദിവസങ്ങളിൽ വലിയ ചൂട് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ, അതായത് പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി
സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴയിലും മലപ്പുറത്തും കണ്ണൂരിലും കാസർഗോഡ് 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും നാളെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 4 മുതൽ 5% വരെ ചൂട് കൂടാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. 25, 26 തീയതികളിലും ഉയർന്ന താപനില പാലക്കാട് 40 വരെയും, കൊല്ലത്ത് 39, തൃശ്ശൂരും കോട്ടയവും 32 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ, തിരുവനന്തപുരം 36 വരെയും ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ഭാഗമായാണ് ഹീറ്റ് വേവ് അലർട്ട് നൽകിയത്. സംസ്ഥാനത്ത് വളരെ ശ്രദ്ധിക്കേണ്ട സമയത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. തീർച്ചയായും. അപ്പോൾ നമ്മൾ എങ്ങനെ കോവിഡ് കാലത്ത് കരുതിയോ അതുപോലെ തന്നെ ഒരു സെൽഫ് ലോക്ക്ഡൌണിലൂടെ നമുക്കിതിനെ മറികടക്കാം എന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ആ പോസ്റ്റിൽ പറയുന്ന, നേരത്തെ അരുൺ സൂചിപ്പിച്ചെങ്കിൽ പോലും അത് വിശദമായി ഞാനൊന്ന് വായിക്കുകയാണ്. മിണ്ടാപ്രാണികളെ മറക്കരുത്. വളർത്തു മൃഗങ്ങൾക്ക്, തെരുവിലെ മൃഗങ്ങൾക്കും കുടിവെള്ളവും തണലും ഉറപ്പാക്കണം. പകൽ സമയത്ത് അവയെ മേയാൻ വിടരുത്. കടുത്ത ചൂടിൽ മൃഗങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകുമെന്നതിനാൽ വന്യജീവികളുടെയും തെരുവു നായ്ക്കളുടെയും ആക്രമണ സാധ്യതകൾക്കെതിരെയും ജാഗ്രത വേണമെന്നത് പറയുകയാണ്. വനമേഖലയിൽ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഈ ഒരു ആക്രമണ സാധ്യത മുന്നിൽ കാണണമെന്ന് പറയുന്നു. ഒപ്പം നമ്മൾ മിണ്ടാപ്രാണികളെ മറക്കാൻ പാടില്ല. അവയ്ക്ക് വെള്ളം ചോദിക്കാൻ അറിയില്ല. അവയ്ക്ക് പല അസ്വസ്ഥതകളും ഉണ്ടാകും. പകൽ സമയത്ത് അവയെ മേയാനോ വെയിൽ കൊള്ളാനോ ഒന്നും വിടരുത്. അവർക്കുള്ള വെള്ളവും കരുതലും ഉണ്ടാകണമെന്ന് പറയുന്നു. മറ്റൊന്ന്, തണ്ണീർ പന്തലുകൾ ഒരുക്കാം എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി വെക്കുകയാണ്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കുമായി കുടിവെള്ളവും തണലും ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, സന്നദ്ധ സംഘടനകൾ, വ്യാപാരികൾ എന്നിവർ മുന്നോട്ട് വരണം എന്നൊരു ആഹ്വാനം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുകയാണ്. പണം കൊടുത്താൽ വെള്ളം കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാമായിരിക്കും. പക്ഷേ നമ്മൾ ഒരു കടയിൽ അല്ലെങ്കിൽ അടുത്തെത്തുന്നത് വരെ വെള്ളം കുടിക്കാൻ പറ്റാതിരിക്കുന്നതോ അല്ലെങ്കിൽ അതിന് സാധിക്കാത്തതോ ഒക്കെയായ മനുഷ്യരെയും കരുതണം. അപ്പോൾ സാധ്യമാകുന്ന നിലയിൽ അങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു സമയമാണ്. നമ്മളുടെ വീടുകളിൽ ഈ പ്രാണികൾക്കും ജീവികൾക്കുമൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കരുതൽ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന കരുതൽ. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ടത്, ഇന്നുണ്ടായ ഒരു ദാരുണമായ സംഭവം, അത് അരുൺ സൂചിപ്പിച്ചു നേരത്തെ. കണ്ണൂരിലാണ് ആ സംഭവം ഉണ്ടായത്. കിണർ പണിക്കിടെയാണ് സൂര്യാഘാതമേറ്റ് ഒരു യുവാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. AV സനൽകുമാർ, 37 വയസ്സുള്ള സനൽകുമാർ എന്നൊരു യുവാവാണ് മരിക്കുന്നത്. നോക്കൂ, ആ ഗൾഫിൽ ജോലി ചെയ്ത യുവാവ് ഈ തെരഞ്ഞെടുപ്പോടടുത്ത സമയത്ത് നാട്ടിൽ വരികയായിരുന്നു. അവിടെ സഹായിക്കാനായി, അടുത്ത വീട്ടിലെ കിണർ വൃത്തിയാക്കാൻ സഹായിക്കാനായി ഇറങ്ങിയപ്പോഴാണ് ആ യുവാവിന് സൂര്യാതപം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെയായിരുന്നു സംഭവം. ഇന്ന് പുലർച്ചെയാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. ഡോക്ടർമാർ സൂര്യാതപമാണ് കാരണമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ജീവിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളുമായി പരിചയിച്ച ഒരു യുവാവിന് പോലും ഇവിടുത്തെ ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. സഹായിക്കാൻ ഇറങ്ങുമ്പോൾ, കിണർ വൃത്തിയാക്കുന്നതിന് സഹായിക്കാൻ ഇറങ്ങുമ്പോഴാണ് സൂര്യാതപം ഏറ്റിരിക്കുന്നത്. അപ്പോൾ യുവാവാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ സാഹചര്യം നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ കരുതൽ ഉണ്ടാകണം. എനിക്കൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ എനിക്കിതൊക്കെ അതിജീവിക്കാൻ പറ്റുമെന്ന അമിത ആത്മവിശ്വാസം കാണിച്ചാൽ അപകടം പതിയിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ജീവൻ പോലും അപഹരിക്കാം എന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് സ്വയം നിയന്ത്രണം നമ്മൾ തന്നെ ഏർപ്പെടുത്തണം എന്ന കാര്യം സൂചിപ്പിക്കുന്നത്. ദാഹം അനുഭവിക്കുന്നില്ല എങ്കിൽ പോലും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. വീട്ടിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തണം. അങ്ങനെയൊക്കെ ഒരുപാട് കരുതൽ നമുക്ക് ഈ സാഹചര്യത്തിൽ സമയത്ത് ഒക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് മുഖ്യമന്ത്രിയുടെ ഈ കുറിപ്പ്. അത് എല്ലാവരും ആ ജാഗ്രതയോടുകൂടി തന്നെ അത് ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫോക്കസ് വാർത്തകളിലേക്ക് കടക്കാം. നമ്മൾ വലിയൊരു ദുരന്തമാണ് പൂരമൊരുക്കങ്ങൾക്കിടെ തൃശ്ശൂരിൽ കണ്ടത്. 14 പേരുടെ മരണത്തിനിടയാക്കിയ ആ വലിയ ദുരന്തം, ഇനിയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ, കാണാതായ മനുഷ്യർ, ഉറ്റവരെ നഷ്ടപ്പെട്ടതോർത്ത് നോവുന്ന ബന്ധുക്കൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ആകെ ദുഃഖമാണ് മുണ്ടത്തിക്കോടുണ്ടായ ആ അപകടം. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിന്റെ എല്ലാ തീവ്രതയും ഉൾക്കൊള്ളുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരം ഇത്തവണ വലിയ ആഘോഷങ്ങളില്ലാതെ നടത്താനുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. വെടിക്കെട്ടില്ലാതെ ആചാരങ്ങൾ മാത്രമായി നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. അപ്പോൾ ഇന്നത്തെ തീരുമാനങ്ങളും ഈ ദുരന്തത്തിന്റെ ബാക്കി ചിത്രവും എന്താണ് എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് ഉപേക്ഷിക്കരുത് എന്ന ഒരു നിലപാടാണ് പാറമേക്കാവ് ദേവസ്വം ആദ്യം സ്വീകരിച്ചത്.
സാമ്പിൾ വെടിക്കെട്ട് വേണ്ടെന്ന് വെക്കാമെന്നും മറ്റ് 2 വെടിക്കെട്ടും വേണമെന്നും ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. അത് ഒരു ദുരന്തമുഖത്ത് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തൊരു നിലപാടായിരുന്നു. ഇതേ നിലപാട് പാറമേക്കാവ് ദേവസ്വം യോഗത്തിൽ സ്വീകരിച്ചു. എന്നാൽ പിന്നീട് സർക്കാർ നിർദ്ദേശത്തിന് അവർ വഴങ്ങുകയായിരുന്നു. വെടിക്കെട്ടില്ലാതെ ആചാരപരമായ ആഘോഷം മാത്രം ആയി പൂരം നടത്താൻ പിന്നീട് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുകയായിരുന്നു. തൃശൂർ കളക്ട്രേറ്റിൽ ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. അപകടത്തിന്റെ വ്യാപ്തിയും നിലവിലെ സുരക്ഷാ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് പൂരത്തിൽ നിന്ന് വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ മന്ത്രിമാർ ഈ യോഗത്തിൽ നിർദ്ദേശിക്കുകയായിരുന്നു. നാളെ മുതൽ നടത്താനിരുന്ന ചമയ പ്രദർശനം 25 മുതൽ നടക്കും. ഇലഞ്ഞിത്തറ മേളം, മഠത്തിൽ വരവ് ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകൾ ആഘോഷങ്ങളില്ലാതെ ആചാരമായി മാത്രം നടത്താനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. വെടിക്കെട്ടിന് പകരമായി ആചാരത്തിന്റെ ഭാഗമായി ഒരു കതിന മാത്രം പൊട്ടിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ആനകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകില്ല. 15 ആനകൾ വീതമാകും ഇരുപക്ഷത്തു നിന്നുമായി അണിനിരക്കുക. മേളത്തിന്റെ കാര്യത്തിലും വ്യത്യാസമില്ല. പകൽ പൂരത്തിന് ശേഷമുള്ള പകൽ വെടിക്കെട്ട് ഉണ്ടാകില്ല. പക്ഷേ ഘടകക്ഷേത്രങ്ങൾക്ക് നൽകേണ്ട ആനകളുടെ കാര്യത്തിലും അവിടുത്തെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാറ്റമില്ലാതെ തുടരും എന്ന ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. കുടമാറ്റത്തിന് എല്ലാ കുടകളും ഉയർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പാറമേക്കാവിൽ നിന്നും എഴുന്നള്ളിപ്പിന് പുറപ്പെടുന്ന സമയത്ത് കുറച്ച് കുടകൾ മാത്രം ഉയർത്താനും ധാരണയായിട്ടുണ്ട്. ഇത് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനമാണ്. ഇത് ഇരു ദേവസ്വങ്ങളും അംഗീകരിക്കുകയും അവർ ആ രീതിയിൽ പൂരം നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. അപ്പോൾ ആ പ്രധാനപ്പെട്ട പ്രഖ്യാപനം അല്ലെങ്കിൽ ആ യോഗത്തിന് ശേഷമുള്ള അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഹൈക്കോടതിയുടെ എന്തോ റിസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ കോപ്പിയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഇവരൊന്നും പ്രതികരിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞങ്ങളത് പ്രതികരിക്കാൻ പാടോന്ന് അറിയില്ല. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ആചാരപ്രകാരമുള്ള കുടമാറ്റം അത് ആചാരപരമായ കാര്യങ്ങൾ നടത്തും. ആചാരപരമായ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും നടക്കും. ആചാരങ്ങളെല്ലാം നടക്കും. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം സിംബോളിക്കാക്കും. കുറച്ച് സെറ്റ് ബാക്കും. അതൊക്കെ എഴുന്നള്ളിപ്പ് സാധാരണ നടക്കണം. 15 ആനകൾ വീതം. അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ അതുപോലെ തന്നെ നടക്കും. പ്രതീകാത്മകമായിട്ട് നടക്കും. അത് കുറച്ച് ഇപ്പൊ നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. അപ്പൊ പ്രതീകാത്മകമായിട്ട് നടക്കും. അവിടെ നടക്കും. 15 ആനകൾ വീതം ഉണ്ടാവും. പിന്നെ ബാക്കി വെടിക്കെട്ട് ഒഴികെ ബാക്കിയെല്ലാം അതുപോലെ തന്നെ നടക്കും. ആചാരങ്ങളൊക്കെ നടക്കും. ചെറുപൂരങ്ങളുണ്ടാവും. ചെറുപൂരങ്ങളുടെ കാര്യങ്ങൾ അവര് പറയും. പാറമേക്കാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ആചാരം ഇലഞ്ഞിത്തറ മേളം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതിഗംഭീരമായിട്ട് നടക്കും. കുടമാറ്റവും നടക്കും. പ്രതീകാത്മകമായി 15 മിനിറ്റ് നേരം മാത്രമായിരിക്കും കുടമാറ്റം. കുടമാറ്റം വളരെ വലിയൊരു ദുരന്തമാണ്. 14 പേരുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ വിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ആചാരങ്ങൾ അത് പിന്തുടരും. അതേസമയം ആർഭാടങ്ങൾ ഒഴിവാക്കും, ആഘോഷങ്ങൾ ഒഴിവാക്കും എന്നതാണ് എടുത്തിരിക്കുന്ന നിലപാട്. ആ ആഘോഷത്തിന് വേണ്ടി ജോലി ചെയ്ത മനുഷ്യരാണ് ഇപ്പോൾ നമുക്കൊപ്പമില്ല അവർ. അപ്പോൾ അവരോട് കാട്ടേണ്ടുന്ന സാമാന്യ മര്യാദ അല്ലെങ്കിൽ ആദരവ് എന്ന നിലയിൽ കൂടി നമുക്ക് അതിനെ കാണാം. അതേസമയം ആചാരപരമായ കാര്യങ്ങൾ നടത്താനും തീരുമാനിച്ചിരിക്കുന്നു. മുണ്ടത്തിക്കോട് ഇന്നും മൃതദേഹ ഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലുകൾ ഉണ്ടായിരുന്നു. ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധന നടക്കുന്നുണ്ട്. പരിശോധനയ്ക്കായി അവയെ അയച്ചിട്ടുണ്ട്. ഇനിയും 4 പേരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അപകട സ്ഥലത്ത് ഇന്നും മാസ് പരിശോധന തുടർന്നു വരികയാണ്. 90 ഗുണ്ടുകൾ തെരച്ചിലിൽ കണ്ടെടുത്തു. 300 കിലോയോളം ഗൺ പൗഡർ കണ്ടെടുത്തിട്ടുണ്ട്. സ്ഫോടക ശേഖരം മാറ്റുന്ന നടപടികൾ ഉൾപ്പെടെ അവിടെ നടക്കുകയാണ്. തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ 37 പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് കൂടി എത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത് സംബന്ധിച്ചൊരു കൃത്യതയുണ്ടായിരുന്നില്ല. 40 പേരോളം അവിടെ ഉണ്ടായിരുന്നു എന്ന നിഗമനം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് ഒന്നുകൂടി കൃത്യപ്പെടുത്തി 37 എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. അപ്പോഴും അത് ഉറപ്പിക്കാൻ നമുക്കാവില്ല. കാരണം നിഗമനത്തിലെത്താൻ മാത്രമേ കഴിയുകയുള്ളൂ.
സംഭവ സ്ഥലത്ത് നിന്ന് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ കിട്ടിയതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്രൻ ദേശ്മുഖ് പറഞ്ഞിട്ടുണ്ട്. വെടിക്കെട്ട് പുരയും ചുറ്റുപാടും പ്രത്യേക സുരക്ഷാ മേഖലയായി സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. 4 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 15-അംഗ സംഘമാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതെന്നും കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ കമ്മീഷണറുടെ വാക്കുകൾ കൂടി കേൾക്കാം. ആ ബോഡി പാർട്സ് എല്ലാം നമുക്ക് സാമ്പിളും അതിന്റെ ബോഡി പാർട്സ് എടുത്തിട്ട് DNA പരിശോധന വേണ്ടി അയക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ന് ഒന്നുകൂടി ഡബിൾ ഷുവർ ആവാൻ വേണ്ടി മുഴുവൻ ഏരിയ കഡവർ ഡോഗ് വെച്ചിട്ട് പിന്നെ സ്ട്രീറ്റ് ലൈനിങ് മാൻ പവർ വെച്ചിട്ട് മുഴുവൻ ഏരിയ കവർ ചെയ്തിട്ട് എവിടെയെങ്കിലും വേറെ എക്സ്പ്ലോസീവ്സും ബോഡി പാർട്ട് എന്തെങ്കിലും ഉണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടീം ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഏകദേശം കംപ്ലീറ്റ് ആവാൻ അത് പ്ലാനാണ്. ഇന്ന് വൈകുന്നേരത്തോട് എല്ലാ നമ്മുടെ ഇവിടുത്തെ ബേസിക് പരിശോധന കംപ്ലീറ്റ് ആവും. അതിന്റെ കൂടെ തന്നെ സാമ്പിളിംഗ് എടുക്കുന്ന കാര്യങ്ങൾ പിന്നെ എക്സ്പ്ലോസീവ്സ് ഉടനെ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്കത്തോട് കംപ്ലീറ്റ് ആവുന്ന ഒരു സാധ്യത ഉണ്ട്. എക്സ്പ്ലോസീവ്സ് ഇന്നലെ തന്നെ എക്സ്പ്ലോസീവ് നമുക്ക് കിട്ടി അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം എക്സ്പ്ലോസീവ്സ് ഇന്നലെ രാത്രി നമുക്ക് രാത്രി ആയത് കാരണം ഇന്നലെ മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് എക്സ്പ്ലോസീവ് മൂവ് ചെയ്യാൻ പോവാണ്. അതിന്റെ കൂടെ തന്നെ ഇന്ന് കുറെ ഇലക്ട്രോണിക് മൊബൈൽ ഫോണും അതിന്റെ കൂടെ തന്നെ കുറച്ച് ബോഡി പാർട്സ് ചെറിയ ചെറിയ ബോഡി പാർട്സ് കാഡവർ ഡോഗ് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ മാസലെടുത്തിട്ട് DNA പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ ഏരിയ ഇപ്പോൾ റിസ്ട്രിക്ഷൻ ആയിട്ട് തന്നെ മാറ്റുന്നുണ്ട്. ബിക്കോസ് ജുഡീഷ്യൽ കമ്മീഷനും പുതിയ ഇൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വേണ്ടി ഈ ഏരിയ നമുക്ക് ഒരു റിസ്ട്രിക്റ്റഡ് ഏരിയ ക്രൈം സീൻ ആയിട്ട് ഫുൾ ടൈം ഇപ്പോൾ ഗാർഡ് ചെയ്യാൻ പോവാണ്. ഈ ദുരന്തം അതിന്റെ ആഘാതം എത്ര വലുതായിരുന്നു എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് അവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നത്. അത് എങ്ങനെയൊക്കെ മാറണം, എന്തൊക്കെയാണ് നമ്മൾ ദുരന്തങ്ങളിൽ നിന്ന് പോലും പാഠം പഠിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ഈ ദുരന്തത്തിന്റെ ഏറ്റവും ഭീതിതമായ ഒരു മുഖം വെളിപ്പെടുത്തുന്നതായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഹിതേഷ് ശങ്കർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പ്. അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ കയ്യിലെ മോതിരവും കാതിലെ കമ്മലും പല്ലിന്റെ ഘടനയും പല്ലിലെ സ്റ്റെയിന്റെ അടയാളവും സ്ഥിരമായുള്ള പുകയിലെ ഉപയോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പലരെയും തിരിച്ചറിഞ്ഞതിന്റെ കാര്യങ്ങളാണ് അദ്ദേഹം ആ കുറിപ്പിൽ പങ്കുവച്ചത്. പൊള്ളലുകൾക്കൊപ്പം ആന്തരിക അവയവങ്ങൾ വരെ കത്തിക്കരിഞ്ഞ അവസ്ഥയെ അദ്ദേഹം ആ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ദുരന്തത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ മനസ്സിൽ നിന്ന് മായുന്നില്ലെന്നും ഇതാഘോഷങ്ങളെ അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള സമയമല്ല, എന്നാൽ സുരക്ഷിതത്വമില്ലാത്ത നിർമ്മാണ രീതികൾക്ക് വിലക്കേർപ്പെടുത്തേണ്ട സാഹചര്യമാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. ഇനി ഒരാളെയും തിരിച്ചറിയാൻ ആഭരണങ്ങളുടെ സഹായം തേടേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്നെഴുതിക്കൊണ്ടാണ് അദ്ദേഹം ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പോലും, ഒരു ഫോറൻസിക് സർജനായ അദ്ദേഹത്തിന് പോലും എത്രമാത്രം ആഘാതമുണ്ടാക്കി അവിടുത്തെ കാഴ്ചകൾ, ആ മനുഷ്യരുടെ അവസ്ഥ എന്നത് ആ കുറിപ്പ് വായിച്ചാൽ നമുക്ക് വ്യക്തമാകും. ശക്തമായ സ്ഫോടനാഘാതമാണ് അവിടെ ഉണ്ടായതെന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നുണ്ട്. ശരീര ആന്തരിക ഭാഗങ്ങൾ വരെ ചിന്നിച്ചിതറിയ സാഹചര്യമായിരുന്നു. സ്ഫോടന സമയത്തെ താപനില സൂര്യൻ്റേതിന് സമാനമായിരുന്നു എന്നുകൂടി പറയുന്നു. മൃതദേഹാവശിഷ്ടങ്ങളിൽ 25 ഭാഗങ്ങൾ DNA പരിശോധനയ്ക്കായി അയച്ചുവെന്നും ഹിതേഷ് ശങ്കർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ ഓരോ അവയവങ്ങളും തന്നെ തെറിച്ചു പോയിരിക്കുകയാണ്. അതായത് ഈ ബ്ലാസ്റ്റിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും, ലിംബ്, കൈയും കാലൊക്കെ ഒരു ഭാഗത്ത് കിടക്കുന്നു. ശരീരത്തിലെ ഓർഗൻസ്, ലിവറും സ്പ്ലീൻ തുടങ്ങിയ ഓർഗൻസൊക്കെ വേറെ ഭാഗത്ത് കിടക്കുന്നു. പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത അത്രയും ഭീകര ഒരു സിറ്റുവേഷനായിരുന്നു. നമുക്ക് 10 ബോഡിയാണ് നമുക്ക് ബോഡിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ 9 എണ്ണം ഐഡൻറ്റിഫൈഡ് ആണ്. ഇന്നലെ ചികിത്സയ്ക്ക് മരിച്ച ഒരാളെ കൂടി കണക്കാക്കുമ്പോൾ 9 എണ്ണം ഐഡൻറ്റിഫൈഡ് ആണ്. ഒരാളുടെ ബോഡി ഇപ്പോഴും അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് തുടരുന്നു. അത് കത്തി കരിഞ്ഞതുകൊണ്ടും കൂടിയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട്. ചാർഡ് ബോഡിയായി കുറേ ഭാഗമൊക്കെ കത്തി കരിഞ്ഞ് ചാറിങ് ഒന്ന് പൊടിഞ്ഞു പോണ പോലെ. ശരി, നല്ല അത്രയും ഹൈ ടെമ്പറേച്ചർ, ഏകദേശം എനിക്ക് തോന്നുന്നു നല്ലൊരു ആ ബ്ലാസ്റ്റ് കത്തുമ്പോൾ ഏകദേശം സൂര്യൻ്റെ താപനിലയോടെ എടുക്കുന്ന ഒരു താപനിലയിലേക്കൊക്കെ പോകുന്ന രീതിയാണ് ഉണ്ടാവാറ് സാധാരണ. അപ്പോൾ ഭയങ്കരമായിട്ടൊരു ബ്ലാസ്റ്റിൻ്റെ ഒരു ഭയങ്കര ഇഫക്റ്റും ബേൺസിൻ്റെ ഇഫക്റ്റും ഇതൊക്കെ കൂടി ശരീരം മനസ്സിലാക്കാൻ പറ്റാത്ത അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വിവിധ ശരീരഭാഗങ്ങൾ, 28ഓളം ശരീരഭാഗങ്ങൾ ഇപ്പോൾ DNAക്ക് അയച്ചിട്ടുണ്ട്. ഇന്നലെ മിനിസ്റ്റർ വന്നിരുന്നായിരുന്നു, രാജ് മിനിസ്റ്ററും വാസ മിനിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരെ മൊബൈൽ
ഒരു യൂണിറ്റ് എത്തിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കാനുള്ള സ്റ്റെപ്സ് എടുക്കാമെന്ന് മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞത് ഇത് ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ അത്ര ഭീകര സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവ സാഹചര്യമൊന്നും ഞങ്ങൾക്ക് ബോധ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചിരിച്ച് സന്തോഷിച്ച് ജോലി ചെയ്ത മനുഷ്യരാണ്. ഒരു നിമിഷം കൊണ്ട് അവർ കത്തിക്കരിഞ്ഞ് ചാമ്പലായി മാറിയ സാഹചര്യം, അത് എത്ര ഭീതിതമായ സാഹചര്യമാണ് എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചത്. വെടിക്കെട്ട് ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ മതങ്ങളും മനുഷ്യരും വിവേകപൂർണമായി തീരുമാനമെടുക്കണമെന്ന് ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. വിശുദ്ധർ പ്രസാദിക്കുന്നത് വെടിക്കെട്ടിലല്ല, വിശ്വാസിയുടെ ഹൃദയ വിശുദ്ധിയിലാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മലങ്കര സഭയുടെ പള്ളികളിൽ ആഘോഷങ്ങൾ ലളിതമാകണമെന്നും കാതോലിക്ക ബാവ ഇന്ന് ആഹ്വാനം ചെയ്തു. ഒരു വർഷത്തെ പെരുന്നാളിൽ നിന്ന് കരുതി വയ്ക്കുന്ന തുകയുപയോഗിച്ച് ഒരു ഭവനം നിർമ്മിച്ച് മാതൃക തീർക്കാനുള്ള ഒരു ആഹ്വാനം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. വളരെ മാതൃകാപരമായിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ്റെ ഈ നല്ല സന്ദേശം മാതൃകയാക്കാൻ ഓരോ ആഘോഷ കമ്മിറ്റിക്കാരും തയ്യാറാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇനി അത് ഒഴിവാക്കാനേ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമായ മാർഗത്തിൽ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കി മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി നടത്താനുള്ള മുൻകരുതലെങ്കിലും എടുക്കാൻ തയ്യാറാകട്ടെ. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടും പശ്ചിമ ബംഗാളും വിധിയെഴുതുകയാണ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഇനി ഏതാണ്ട് അര മണിക്കൂറിന് മുകളിൽ ഏതാണ്ട് 40 മിനിറ്റോളം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പോളിംഗ് സമയം അവസാനിക്കാൻ. ഇതുവരെ മികച്ച പോളിംഗ് ആണ് ഇരു സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തുന്നത്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായും പശ്ചിമ ബംഗാളിൽ 2 ഘട്ടവുമായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഈ വോട്ടിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തുടർ ഭരണം ലക്ഷ്യമിട്ടാണ് DMK തമിഴ്നാട്ടിൽ ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. പ്രതാപകാലം തിരിച്ചുപിടിക്കാനാണ് AEA-DMKയുടെ ലക്ഷ്യം. മാറ്റത്തിന്റെ വിസിൽ മുഴക്കാനാണ് TVK ഇത്തവണ മത്സരിക്കുന്നത്. ആദ്യമായി TVK മത്സരിക്കുമ്പോൾ എന്ത് അത്ഭുതം അവർ സൃഷ്ടിക്കുന്നു എന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ നിർണായകമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ വിജയുടെ നേതൃത്വത്തിൽ വരുന്ന ഈ TVK എന്ത് അത്ഭുതം കാട്ടുന്നു എന്നതിലാണ്. ഒപ്പം BJP അവരുടെ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇത്തവണ ചരിത്രം വഴിമാറുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ദശാബ്ദങ്ങളായി നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്നത് DMK AEDMK നേർക്കുനേർ പോരാണ്. ശക്തമായ വെല്ലുവിളിയാണ് ഈ 2 ദ്രാവിഡ പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിൽ TVK ഇത്തവണ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ തമിഴകത്ത് ഇത്തവണ ഒരു ത്രികോണ പോര് നടക്കുന്നു എന്നതിൻ്റെ പ്രതിച്ഛായയാണുള്ളത്. പ്രചാരണത്തിൽ ചർച്ചയായത് ഭാഷാ വിവാദം മുതൽ നീറ്റ് പരീക്ഷ അഴിമതി, കുടുംബവാഴ്ച, ക്ഷേമ പദ്ധതികൾ, സൗജന്യങ്ങൾ, വോട്ടിന് പണം, വനിതാ സംവരണം തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. DMK ലക്ഷ്യമിടുന്നത് തുടർ ഭരണമാണ്. അവർക്ക് അനുകൂലമായ ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിന് മതിയായ മുന്നൊരുക്കം നടത്താൻ ഭരണത്തിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സഖ്യം വിശാലമാക്കിക്കൊണ്ട് തന്നെ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുമെന്നത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ പല വ്യവസായ സംരംഭങ്ങളും തുടങ്ങാനായത് ഒരു നേട്ടമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളിലെ സ്വാധീനിക്കാൻ പറ്റുന്ന പല ഘടകങ്ങളും ഉണ്ട്. അത് അനുകൂലമാകുമെന്ന വലിയ ആത്മവിശ്വാസം DMK ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട്. കേന്ദ്ര വിരുദ്ധ നിലപാട് ശക്തമായി സ്വീകരിക്കാനും അതിൻ്റെ മുന്നണി പോരാളിയായി മാറാനും കഴിയുമെന്ന ഒരു വലിയ ആത്മവിശ്വാസം നമുക്കറിയാം. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ദിവസങ്ങളിലടക്കം കണ്ടതാണ്. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലൊക്കെ വരുന്ന സാഹചര്യമൊക്കെ ആ നിലയിൽ ഉപയോഗപ്പെടുത്താൻ DMK-യെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്. സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാകുമോ എന്നതാണ് DMK ക്യാമ്പിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഘടകം എന്നത്. സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാകുമോ എന്നതാണ്.
AEADMKയ്ക്ക് അനുകൂല ഘടകങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നതും ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നതാണ്. അത് തങ്ങൾക്ക് അനുകൂലമാകും എന്നതാണ് AEADMKയുടെ ആത്മവിശ്വാസം. കർഷക പ്രശ്നങ്ങളിലെ ഇടപെടലൊക്കെ തങ്ങൾക്ക് അനുകൂലമാകും എന്ന് കരുതുന്നു. അതേസമയം പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ AEADMK സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘടകങ്ങളാണ്. BJPയുടെ ആധിപത്യം എന്ന പ്രതീതി അവരെ സംബന്ധിച്ച് തമിഴക രാഷ്ട്രീയത്തിൽ അവർക്ക് എതിരാകുന്ന ഒരു ഫാക്ടറുമാണ്. TVK ഇത്തവണ മാറ്റത്തിന്റെ വിസിൽ മുഴക്കുമോ എന്നതാണ് തമിഴകം ഉറ്റുനോക്കുന്നത്. ആൾക്കൂട്ടവും ഫാൻസും വോട്ടാകുമോ എന്നത് അറിയണം. ഇന്ന് ഈ വോട്ടെടുപ്പ് ദിവസവും വിജയിയെ അനുകൂലിക്കുന്ന, വിജയുടെ ഡ്രസ് കോഡ് പിന്തുടരുന്നവരെയൊക്കെ നമുക്ക് കാണാം. വിജയുടെ റാലികളിലും മറ്റ് പ്രചരണ പരിപാടികളിലും വോട്ടില്ലാത്ത ആളുകളായിരുന്നു, കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന വിമർശനമൊക്കെ ഉയർന്നു കേട്ടതാണ്. അതൊക്കെ പോൾ ചെയ്യപ്പെടുന്നുണ്ടോ, യുവാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതൊക്കെ വലിയ ഫാക്ടറാണ്. 8 മുതൽ 15% വോട്ട് വരെ DMK നേടും എന്ന പ്രവചനങ്ങളൊക്കെ ഉണ്ട്. അതേസമയം ഭരണം പിടിക്കുമെന്ന അവകാശവാദമാണ് അവരെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പരമ്പരാഗത വോട്ട് ബാങ്കും ക്ഷേമ പദ്ധതികളും ഭരണകക്ഷിയായ DMKയെ തുണയ്ക്കുമോ, അതോ ഭരണവിരുദ്ധ വികാരവും പുതിയ സഖ്യവും അണ്ണാ DMKയ്ക്ക് കരുത്താകുമോ, അതോ സൂപ്പർ താരം വിജയ് TVKയിലൂടെ തമിഴ് രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ തിരുത്തിക്കുറിക്കുമോ എന്നതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി ഉള്ളത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മത്സരിക്കുന്ന കൊളത്തൂർ, ഉദയനിധി സ്റ്റാലിൻ മത്സരിക്കുന്ന ചെപ്പോ, വിജയ് മത്സരിക്കുന്ന തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്, പെരമ്പൂർ, എടപ്പാടി K പളനിസ്വാമി മത്സരിക്കുന്ന എടപ്പാടി, പനീർശെൽവം മത്സരിക്കുന്ന ബോഡിനായിക്കനൂർ, തമിഴിസൈ സൗന്ദരരാജൻ മത്സരിക്കുന്ന മൈലാപ്പൂർ, നയനാർ നാഗേന്ദ്രൻ മത്സരിക്കുന്ന സട്ടൂർ എന്നീ മണ്ഡലങ്ങളാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളായി തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട് ജയിക്കും എന്നതായിരുന്നു ഈ വോട്ടെടുപ്പ് ദിവസത്തെ സ്റ്റാലിന്റെ പ്രതികരണം. മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധിയുമൊത്ത് തേനാമ്പേട്ടിലെത്തിയാണ് സ്റ്റാലിൻ വോട്ട് രേഖപ്പെടുത്തിയത്. പ്രമുഖ നേതാക്കളും താരങ്ങളും ഒക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. നടൻ അജിത് കുമാറാണ് സെലിബ്രിറ്റികളിൽ ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ തന്നെ പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതികരണങ്ങളും മറ്റും നടത്തിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് ആവേശപൂർണ്ണമാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 70% മുകളിലേക്ക് പോളിംഗ് എത്തിയിട്ടുണ്ട് എന്നതാണ് തമിഴ്നാട്ടിലെ സാഹചര്യം. അതേസമയം വോട്ടിംഗ് സമയം നീട്ടണമെന്ന ഒരാവശ്യം ഇന്ന് വിജയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് വോട്ടെടുപ്പ് ദിവസം വിജയ് കളം പിടിച്ചത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഇക്കാര്യം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിജയ് കത്ത് നൽകി. ബസ്സുകളില്ലാത്തതിനാൽ വോട്ടർമാർ വൈകി, അതിനാൽ 2 മണിക്കൂർ അധികം സമയം അനുവദിക്കണം, ബസ്സുകൾ കുറച്ചത് ആസൂത്രിത നീക്കമെന്ന് സംശയിക്കുന്നു എന്ന ഒരു ആരോപണം കൂടി വിജയ് ഉന്നയിച്ചു. ആയിരക്കണക്കിന് വോട്ടർമാർ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അതുകൊണ്ട് പോളിംഗ് രാത്രി 8 മണിവരെ ആക്കണം എന്നതാണ് വിജയ് ആവശ്യപ്പെട്ടത്. ബസ് സർവീസ് നടത്താൻ സംസ്ഥാന സർക്കാരിനും കോർപ്പറേഷനും നിർദ്ദേശം നൽകണം എന്ന ഒരു ആവശ്യം കൂടി കത്തിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള കത്തിൽ വിജയ് ആവശ്യപ്പെട്ടിരുന്നു. പോളിംഗ് വൈകുന്നതിനാൽ ബൂത്തുകളിൽ മേൽനോട്ടത്തിനായി ഒരു ഓഫീസറെ നിയമിക്കണം. വോട്ട് ചെയ്യാനായി നാട്ടിലേക്ക് പോകാൻ കൂട്ടത്തോടെ യുവാക്കൾ വിവിധ ബസ് സ്റ്റാൻഡുകളിൽ രാവിലെ എത്തിയിരുന്നു. ആവശ്യത്തിന് ബസ് സർവീസ് ക്രമീകരിച്ചില്ല എന്നിവർ പരാതി ഉന്നയിച്ചു. ഈ ആവശ്യമാണ് വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടെ തമിഴ്നാട്ടിൽ ആവേശപൂർവ്വം ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നതറിയാൻ നമ്മൾ മെയ് 4 വരെ കാത്തിരിക്കണം. അന്നാണ് വോട്ടെണ്ണൽ ഉണ്ടാവുക. ബംഗാളിലേക്ക് പോയാൽ പശ്ചിമ ബംഗാളിലെ 294 സീറ്റുകളിൽ 152 സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ന് അവിടെ തമിഴ്നാടിനൊപ്പം പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പാണ്. ഏപ്രിൽ 29 ആണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. 142 മണ്ഡലങ്ങൾ അന്ന് വിധിയെഴുതും. ആദ്യഘട്ടത്തിൽ 5644 പോളിംഗ് സ്റ്റേഷനുകളിലായി 3.6 കോടി വോട്ടർമാരാണ് സമ്മതിദാന അവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ പലയിടത്തും ഇന്ന് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1 മണിവരെ 60%-ലേറെ പേർ ബംഗാളിൽ വോട്ട് രേഖപ്പെടുത്തി. അത് വലിയ ഒരു ശതമാനം ആളുകൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് ബംഗാളിൽ കാണുന്നത്. ബംഗാളിലെ ജനത എന്തോ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഭരണത്തിന് അനുകൂലമാണോ ഭരണവിരുദ്ധമായിട്ടാണോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. എന്തായാലും ആവേശപൂർവ്വം ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നതാണ് ബംഗാളിൽ നിന്നുള്ള കാഴ്ച. രാവിലെ മുതൽ ബൂത്തുകളിൽ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. അതേസമയം മുർഷിദാബാദിലെ നൌഡയിൽ തൃണമൂൽ കോൺഗ്രസ് AUJP പ്രവർത്തകർ ഏറ്റുമുട്ടി വലിയൊരു സംഘർഷമുണ്ടായി. രാത്രി ഈ പ്രദേശത്ത് ഇന്നലെ ബോംബേർ നടന്നിരുന്നു. ഈ സ്ഥലം സന്ദർശിക്കാൻ മണ്ഡലത്തിലെ
AUJP നേതാവ് ഹുമയൂൺ കബീർ എത്തിയപ്പോഴാണ് ഈ സംഘർഷമുണ്ടായത്. ഹുമയൂൺ കബീറിനെ തൃണമൂൽ പ്രവർത്തകർ തടഞ്ഞുവെക്കുകയും മറ്റും ചെയ്തു. അതാണ് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ഇന്നും പലയിടങ്ങളിലും സംഘർഷങ്ങൾ ഒക്കെ അരങ്ങേറിയെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പോളിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ബംഗാളിൽ 79% വോട്ടിംഗ് നടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. 142-ൽ 80ഓളം മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപ്പൂർ, പ്രതിപക്ഷ നേതാവായ BJPയുടെ സുവേന്ദു അധികാരി മത്സരിക്കുന്ന നന്ദിഗ്രാം, ബഹറാംപൂർ, സിലിഗുരി, ജൽപൈഗുരി, ദിൻഹദ, ബോൽപൂർ തുടങ്ങി അധിർ രഞ്ജൻ ചൌധരി മത്സരിക്കുന്ന മുർഷിദാബാദ് എന്നീ മണ്ഡലങ്ങൾ വളരെ ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ 2.4 ലക്ഷത്തിലധികം സൈനികർ വരുന്ന കേന്ദ്രസേനയുടെ വലിയ വിന്യാസമൊക്കെ അവിടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. 2407 കമ്പനികളെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അക്രമ സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ സുരക്ഷയിൽ ബംഗാളിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് സമയം അവശേഷിക്കുന്നത്. തമിഴ്നാട്ടിലും ബംഗാളിലും എന്തായാലും വലിയ മികച്ച പോളിംഗ് തന്നെ ഉണ്ടാകുന്നു എന്നതാണ് കാണുന്നത്. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പോലും വളരെ നിർണായകമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലവും. അത് എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നതറിയാൻ നമ്മൾ കാത്തിരിക്കണം. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണിയിലെ ശക്തരായ 2 പാർട്ടികളാണ് ഇപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിലും ഭരണത്തിലുള്ളത്. അതിൻ്റെ തുടർച്ചയുണ്ടാകുന്നോ അതോ അവിടെ മാറ്റം സംഭവിക്കുന്നോ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് ഈ 2 സംസ്ഥാനങ്ങളിലും ഏത് നിലയിൽ എത്തുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ ആവേശപൂർവ്വം ഈ 2 സംസ്ഥാനങ്ങളിലും വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ മെയ് 4-നാണ്. മെയ് 4 കേരളവും കാത്തിരിക്കുന്ന ദിവസമാണ്. കേരളത്തിന്റെ വിധിയെഴുത്ത് കഴിഞ്ഞതാണ്. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. എന്തായിരിക്കും ഇവിടങ്ങളിലെ ഫലം എന്നറിയാൻ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം. ഒരിടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. കനത്ത വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. വയനാട് ആൾക്കാർക്ക് ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ നാട്ടിലിറങ്ങിയ ഒരു കടുവയുണ്ട്. 14 വയസ്സുകാരായ മണികണ്ഠൻ. പുള്ളിപ്പുലിക്കുട്ടൻ സായിയുടെ പുലിവിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. AC-യും കൂളറുമൊക്കെ വെച്ചുകൊണ്ടാണ് അനിശ്ചിതകാല വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ശാന്തമാകാതെ പശ്ചിമേഷ്യ. അനിശ്ചിതകാലത്തേക്ക് വെടിനിർത്തൽ നീട്ടി സമാധാന ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് ശ്രമം നടത്തിയിട്ടും കടുംപിടുത്തം തുടരുകയാണ് ഇറാൻ. അമേരിക്ക നാവിക ഉപരോധം തുടരുന്നതാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്നത്. ടോൾ ലഭിച്ചെന്ന് അവകാശവാദം ഉന്നയിച്ചും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയും പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. ഇത് വലിയ അനിശ്ചിതത്വമാണ് പശ്ചിമേഷ്യയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തനിക്കുമേൽ യാതൊരുവിധ സമയസമ്മർദ്ദവുമില്ല എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ നീട്ടിയത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്ന വാർത്തകളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഇറാനുമായുള്ള ചർച്ചകൾക്ക് കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. വെടിനിർത്തൽ 3-5 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന റിപ്പോർട്ടുകൾ വ്യാജമാണ്. അമേരിക്കൻ ജനതയ്ക്ക് ഗുണകരമായ ഒരു കരാറിലെത്തുക മാത്രമാണ് ലക്ഷ്യമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനൊരു സമയപരിധിയുമില്ല. അനിശ്ചിതകാലത്തേക്ക് ഈ വെടിനിർത്തൽ ഉണ്ട് എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നത് ട്രംപ് തന്നെ വ്യക്തമാക്കുന്നു. ഇറാൻ നേതൃത്വത്തെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് ബോംബിങ്ങിനേക്കാൾ താൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നാവിക ഉപരോധമാണ് ഈ ഇറാനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ട്രംപ് പറയുന്നത്. അതായത് വെടിനിർത്തലൊന്നും പ്രശ്നമല്ല, വെടിനിർത്തലോ അല്ലെങ്കിൽ യുദ്ധം തുടരുന്നതിനേക്കാൾ അവർക്ക് തിരിച്ചടിയാകുന്ന ഒരു തീരുമാനം താൻ എടുത്തിട്ടുണ്ട്. അതാണ് ഇറാനെ വിരളി പിടിപ്പിക്കുന്നത് എന്നതാണ് ട്രംപ് പറയുന്നത്. വർഷങ്ങളായി ബോംബാക്രമണങ്ങൾ നേരിടുന്ന അവർക്ക് അതൊന്നും ഒരു വലിയ കാര്യമല്ല. പക്ഷേ ഉപരോധം എന്നത് അവർക്ക് വലിയ തിരിച്ചടിയാണ് എന്നത് ട്രംപ് സൂചിപ്പിക്കുന്നു. ഇറാന്റെ എണ്ണക്കിണറുകൾ തകർന്നാൽ അത് എന്നേക്കുമായി ഇല്ലാതാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം
ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്ത സംഭവത്തെ ട്രംപ് ഗൗരവമായി കാണുന്നില്ല. പിടിച്ചെടുത്തത് അമേരിക്കൻ കപ്പലുകളല്ല എന്നതാണ് ഇതിന് കാരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. ചർച്ച മുടങ്ങിയത് ഇറാന്റെ കടുംപിടുത്തം മൂലമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമേരിക്കൻ പ്രതിനിധികൾ എത്തുമെന്ന് അറിയിച്ചിട്ടും ഇറാൻ കടുംപിടുത്തം തുടരുകയായിരുന്നു. രണ്ടാം ഘട്ട ചർച്ച നടക്കാതെ പോയത് ഇറാന്റെ കടുംപിടുത്തത്തിലാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വലിയ പ്രകോപനം ഇറാന്റെ ഭാഗത്തു നിന്ന് തുടരുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ട്രംപ് അല്പം കൂടി നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു സമയപരിധിയൊന്നുമില്ല എന്ന കാര്യം സൂചിപ്പിക്കുന്നത്. താൻ സമയത്തിന്റെ സമ്മർദ്ദമൊന്നും ഇറാന് മേൽ ചുമത്തുന്നില്ല, ഒരു കൃത്യമായ കരാറിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നതാണ് ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പറയുന്നു. ഇറാനിയൻ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതോടെ ഇസ്ലാമാബാദിൽ നടക്കാനിരുന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുകയായിരുന്നു. ചർച്ചയിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പങ്കെടുക്കുമെന്ന് ട്രംപ് സ്ഥിരീകരിച്ചിട്ടും ഇറാൻ പ്രതിനിധികളെ അയക്കുകയോ ചർച്ചയിൽ പങ്കെടുക്കുകയോ ചെയ്തില്ല. ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് യുദ്ധപ്രഖ്യാപനം എന്നതാണ് ഇറാൻ കരുതിയിരിക്കുന്നത്. വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നതും ജീവനക്കാരെ ബന്ദികളാക്കുന്നതും അതിലും വലിയ നിയമലംഘനമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അഗ്രച്ചി തന്നെ എക്സിൽ കുറിച്ചിരുന്നു. ഉപരോധങ്ങളെ എങ്ങനെ മറികടക്കണമെന്നും തങ്ങളുടെ താൽപര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കണമെന്നും ഭീഷണികളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും ഇറാന് കൃത്യമായി അറിയാം എന്നതായിരുന്നു അഗ്രച്ചിയുടെ വാക്കുകൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ആ ചർച്ചയിൽ നിന്ന് പിന്മാറി. ഉപരോധം നീക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നതാണ് ഇപ്പോഴും ഇറാൻ സ്വീകരിക്കുന്ന നിലപാട്. ഉപരോധം ഇറാനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു യുദ്ധപ്രഖ്യാപനമായി ഇറാൻ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് ട്രംപും നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് മാറ്റാതെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നതാണ് ഇറാൻ എടുക്കുന്ന നിലപാട്. ഇതിനിടെ ഹോർമുസിൽ 3 കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന വെടിവെച്ചു. അതിൽ 2 എണ്ണം പിടിച്ചെടുത്തു. മേഖലയിൽ ഇതോടെ സ്ഥിതി അതീവ സങ്കീർണമായി മാറുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. വാർത്താ ഏജൻസിയായ AP-യും മറ്റും ഈ ഇറാനിയൻ വാർത്താ ഏജൻസികളും ഇത് ആ നിലയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമിക്കപ്പെട്ട 2 കപ്പലുകൾ ഇറാനിലേക്ക് കൊണ്ടുപോയതായും 3ാമത്തേത് ഇറാൻ തീരത്ത് അടുപ്പിച്ചിരിക്കുകയുമാണ് എന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഹോർമുസിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സൂചനയാണ് കപ്പലുകൾക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തിലൂടെ ഇറാൻ നൽകുന്നത്. മുന്നറിയിപ്പ് അവഗണിച്ച് നീങ്ങിയതിനാലാണ് വെടിവെച്ചത് എന്നതാണ് IRGC വ്യക്തമാക്കുന്നത്. വെടിവയ്പിൽ ഒരു കപ്പലിന് തകരാർ സംഭവിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. ശത്രുവിന്റെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള പ്രഹരങ്ങൾ നൽകുമെന്ന് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വെടിനിർത്തലിൽ എന്തിനാണ് ഇത്തരം പ്രകോപനങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അത് ഈ ഉപരോധം നീക്കാനുള്ള ഇറാന്റെ സമ്മർദ്ദമാണ് എന്ന് തന്നെ നമുക്ക് കാണാം. ഹോർമുസ് കടലിടുക്കിലെ ഡാറ്റ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നൽകുന്നുണ്ട്. അതൊരു ഭീഷണിയായിട്ട് തന്നെ നമ്മൾ കാണണം. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കടലിനടിയിലെ ഡാറ്റ കേബിളുകൾ ആകസ്മികമോ മനഃപൂർവ്വമോ തകരാറിലാകാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നൽകുന്നത്. ഇറാൻ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി പ്രധാന കേബിളുകൾക്ക് ഒരേ സമയം കേടുപാടുകൾ സംഭവിക്കുന്നത് ഗൾഫ് മേഖലയിൽ വലിയ രീതിയിൽ ബാധിക്കാം എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ആഗോള ആശയവിനിമയത്തെയും സമ്പദ് വ്യവസ്ഥയെയും തകിടം മറിക്കുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നിരവധി രാഷ്ട്രങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ മനഃപൂർവ്വമായോ അല്ലാതെയോ ഉണ്ടാക്കും എന്ന ഒരു ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ ടോൾ ഇനത്തിൽ ആദ്യമായി വരുമാനം ലഭിച്ചു എന്ന് ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ നിന്നുള്ള ടോൾ വരുമാനത്തിന്റെ ആദ്യ ഗഡു സെൻട്രൽ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു എന്നാണ് ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹമീദ് റസ പറഞ്ഞിരിക്കുന്നത്. ഇറാനിയൻ വാർത്താ ഏജൻസിയോട് നടത്തിയ ഒരു പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. മറ്റ് ഇറാനിയൻ മാധ്യമങ്ങളും ഇതേ പ്രസ്താവനകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല. അതായത് ഹോർമുസിൽ പിടിമുറുക്കുന്നു, അവിടെ ടോൾ ഏർപ്പെടുത്തി ആ ടോൾ പിരിവ് തങ്ങൾ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു എന്ന അവകാശവാദം നടത്തുന്നു. അവിടെ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. മറ്റ് ഡാറ്റ കേബിളുകൾക്കുൾപ്പെടെ കേടുവരുത്തുന്ന തരത്തിൽ ഉള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന വലിയ
ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വെടിനിർത്തൽ അനിശ്ചിതമായി നീട്ടിയ അവസരത്തിലാണ് വലിയ പ്രകോപനങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നതാണ് നമ്മൾ കാണേണ്ടത്. ചർച്ചകൾക്ക് തയ്യാറാവാതിരുന്നിട്ടും ട്രംപ് വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ ഒരു വിജയതന്ത്രമാണ് എന്ന് ഇറാൻ കരുതുന്നുണ്ട്. ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ ഭയപ്പെടുന്നില്ലെന്ന് തെളിയിക്കാനാണ് ഇറാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ വിലപേശൽ ശേഷി എന്നത് ഹോർമുസ് കടലിടുക്കാണ്. അവിടെ അവർ പിടിമുറുക്കുകയാണ്. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ സമ്മർദ്ദത്തിലാക്കാൻ ഇതിലൂടെ ഇറാന് സാധിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ആ രീതിയിലുള്ള സമ്മർദ്ദതന്ത്രം മാക്സിമം പ്രയോജനപ്പെടുത്തുകയാണ് ഇറാൻ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ചർച്ചകൾക്ക് മുൻപായി ഇറാന്റെ ഈ കരുത്ത് ചോർത്താനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വെടിനിർത്തൽ നിലനിൽക്കുമ്പോൾ തന്നെ ട്രംപ് ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം പ്രഖ്യാപിച്ചത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലാകുന്നതുവരെ തങ്ങൾക്ക് ഈ ഉപരോധം അതിജീവിക്കാൻ കഴിയുമെന്ന് ഇറാനും വിശ്വസിക്കുകയാണ്. എന്തായാലും ഇറാന്റെ തന്ത്രങ്ങൾ നിലവിൽ അവർക്ക് ഗുണകരമാണ് എന്നതാണ് അവർ ധരിക്കുന്നത്. തങ്ങളുടെ വിജയമായൊക്കെ ഇറാൻ കരുതുന്നുണ്ട്. എന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തലിന് ശേഷവും ഹോർമുസിൽ സാഹചര്യങ്ങൾ മാറുന്നില്ല എന്നത് എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഇറാൻ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ അവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഉപരോധങ്ങൾ നീക്കി സമ്പദ് വ്യവസ്ഥ പുനർനിർമ്മിക്കണമെങ്കിൽ ഇറാന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. നയതന്ത്രപരമായി എന്നാൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ ഇറാന്റെ നടപടികൾ ഇറാനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. എല്ലാ ലോകരാഷ്ട്രങ്ങളും 52 ദിവസത്തിലധികം നീണ്ട ഈ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ വെടിനിർത്തൽ സമയത്ത് ഇറാൻ ഉണ്ടാക്കുന്ന ഈ പ്രകോപനങ്ങൾ മറ്റു രാഷ്ട്രങ്ങളുടെ എതിർപ്പ് വാങ്ങാൻ മാത്രമേ ഉപകരിക്കൂ. എന്തായാലും വലിയ സമ്മർദ്ദ തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം ഈ സാഹചര്യം വരെ എത്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഈ യുദ്ധത്തിൽ നിന്ന് ട്രംപ് എന്ത് നേടി, എന്താണ് ലക്ഷ്യം വെച്ചത് എന്ന ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ട്രംപ് അല്പം അയഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് വെടിനിർത്തൽ അനിശ്ചിതമായി നീട്ടിയ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ട്രംപിന്റെ ശ്രദ്ധ മറ്റു ചില കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് കൂടി നമ്മൾ കാണുന്നു. നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പോസ്റ്റുകൾ നമ്മൾ ആശയപരമായി യോജിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള പോസ്റ്റുകളിലായിരിക്കും നമ്മൾ ഒരു ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റുകളിലൂടെ നമ്മൾ പറയും. ഇന്ത്യയെ അധിക്ഷേപിക്കുന്ന ഒരു പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെയും ചൈനയെയും നരകക്കുഴികൾ എന്ന് വിശേഷിപ്പിക്കുകയും കുടിയേറ്റക്കാർക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തുകയും ചെയ്യുന്ന ഒരു കത്താണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രശസ്ത റേഡിയോ അവതാരകൻ മൈക്കൽ സാവേജ് എഴുതിയ കത്താണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കിട്ടത്. കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിലപാട് വീണ്ടും ചർച്ചയാക്കുകയാണ് ട്രംപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് കരുതുന്നത്. അപ്പോൾ യുദ്ധത്തിൽ നിന്ന് കുടിയേറ്റത്തിലേക്ക് ട്രംപ് ശ്രദ്ധ തിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നത് പരിശോധിക്കാം. റേഡിയോ അവതാരകനായ മൈക്കൽ സാവേജ് എഴുതിയ വംശീയ വിദ്വേഷം നിറഞ്ഞ 4 പേജുള്ള കത്താണ് ട്രംപ് തന്റെ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. ഈ കത്തിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ ഭൂമിയിലെ നരകമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൗരത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന മൈക്കൽ സാവേജിന്റെ വീഡിയോയും ഇതിൽ പങ്കുവച്ചിട്ടുണ്ട്. ജനനമനുസരിച്ച് പൗരത്വം നൽകുന്ന അമേരിക്കയിലെ പൗരത്വ നിയമം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാവേജ് ഈ കത്തെഴുതിയത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആളുകൾ അമേരിക്കയിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിലൂടെ അവർക്ക് ഉടനടി അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നുവെന്നും പിന്നീട് അവരുടെ കുടുംബത്തെ മുഴുവൻ ഈ നരകക്കുഴികളിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ് എന്നുമാണ് ഈ കത്തിലെ ആരോപണം. അമേരിക്കയിലെ ജനനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് മൈക്കൽ സാവേജ് കത്തിൽ ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വയമേവ പൗരത്വം ലഭിക്കുന്ന രീതി കുടിയേറ്റക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് ഈ കത്തിലെ ആരോപണം. ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഉള്ളവർ ഇവിടെ വന്ന് പ്രസവിക്കുന്നതിലൂടെ ആ കുട്ടിക്ക് ഉടൻ പൗരത്വം ലഭിക്കുന്നുവെന്നും പിന്നീട് ആ കുട്ടി വഴി അവരുടെ മുഴുവൻ കുടുംബത്തെയും അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുവെന്നും കത്തിൽ പറയുന്നുണ്ട്. കാലിഫോർണിയയിലെ സാങ്കേതിക മേഖലയിലെ ജോലികളിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ളവർ ആധിപത്യം പുലർത്തുന്നുവെന്നും ഇതിനാൽ മറ്റുള്ളവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നും ആരോപിക്കുന്നുണ്ട് ഈ കത്ത്. ജനനത്തിലൂടെയുള്ള പൗരത്വം സംബന്ധിച്ച കാര്യങ്ങൾ കോടതികളോ അഭിഭാഷകരോ അല്ല തീരുമാനിക്കേണ്ടതെന്നും മറിച്ച് ഒരു ദേശീയ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കുടിയേറ്റ നയങ്ങളെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനെ കുറ്റവാളി സംഘടന എന്ന് കത്തിൽ വിളിച്ചിട്ടുണ്ട്. അവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഇതിലുണ്ട്.
ഭരണഘടനാപരമായ വ്യാഖ്യാനങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ കുടിയേറ്റ രീതികൾക്ക് അനുയോജ്യമല്ലെന്നും അദ്ദേഹം സുപ്രീംകോടതി നടപടികളോടുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കുടിയേറ്റക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള പൊതുസേവനങ്ങൾ ചൂഷണം ചെയ്യുന്നത് നികുതിദായകർക്ക് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്നുവെന്നും കത്തിൽ പറയുന്നു. കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്ഷേമ പദ്ധതികളിൽ വലിയ രീതിയിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. കുടിയേറ്റം അമേരിക്കയുടെ സാംസ്കാരികവും ഭാഷാപരവുമായ സ്വത്വത്തെ ബാധിക്കുന്നുവെന്നും സാവേജ് കുറിച്ചിട്ടുണ്ട്. നിലവിലെ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും ഇതിൽ കോടതി വിധിക്ക് കാത്തുനിൽക്കാതെ ദേശീയ ഹിതപരിശോധന വേണമെന്നും മൈക്കൽ സാവേജ് ആവശ്യപ്പെടുന്നു. ഈ കത്താണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രംപിന്റേത് സമാന നിലപാട് തന്നെയാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. വിദേശീയർക്കും അവരുടെ മക്കൾക്കും US പൗരത്വം നൽകുന്നതിനെതിരെ മുൻപും കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ് ട്രംപ്. പലപ്പോഴും അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട് ട്രംപ്. കാലങ്ങളായി അമേരിക്കയിൽ നിലനിൽക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എടുത്തുമാറ്റാൻ ട്രംപ് ഭരണകൂടം നീക്കം നടത്തിയിരുന്നതുമാണ്. മുൻപ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിർത്തലാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് ട്രംപ് ഉത്തരവ് വരെ ഇറക്കിയിട്ടുണ്ട്. മാതാപിതാക്കളിൽ ഒരാളെങ്കിലും അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസത്തിന് അനുമതിയുള്ള ആളോ ആണെങ്കിൽ മാത്രമേ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം നൽകാവൂ എന്നതാണ് ട്രംപിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. ഇക്കാര്യത്തിൽ വിവിധ ഹർജികളിൽ സുപ്രീം കോടതി ഇടപെട്ടിരുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ ട്രംപ് ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നതിൽ ഇന്ത്യയും ചൈനയും ഒക്കെ വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങിയ കുറിപ്പാണ് എന്നതാണ് വളരെ ഗൗരവമുള്ള കാര്യം. അമേരിക്കൻ സുപ്രീം കോടതിയിൽ ജന്മനാ ഉള്ള പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ ലോകത്ത് അമേരിക്കയിൽ മാത്രമാണ് ഇത്തരമൊരു നിയമമുള്ളതെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ കാനഡ, മെക്സിക്കോ തുടങ്ങിയ 30-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ഈ നിയമം ഉണ്ട്. ഇതിന് പിന്നാലെയാണ് തീവ്ര വംശീയ പരാമർശമുള്ള കത്ത് ട്രംപ് വീണ്ടും പങ്കുവച്ചിരിക്കുന്നത്. ഈ ട്രംപിന്റെ നടപടി ഇന്ത്യൻ വംശജർക്കിടയിലും ആഗോളതലത്തിലും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. യുദ്ധത്തിൽ പണി കിട്ടിയിരിക്കുന്ന ട്രംപ് ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ച ട്രംപ് അവിടെ ആഭ്യന്തരമായി വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. യുദ്ധത്തിന് ചെലവാക്കുന്ന പണം മറ്റ് രാഷ്ട്രത്തലവന്മാർ ചെലവാക്കിയതിനെക്കുറിച്ചൊക്കെ എതിർത്ത് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിച്ച ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നയാളാണ് താനെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഇപ്പോൾ ഒരു യുദ്ധത്തിന് വേണ്ടി ധാരാളം പണം ചിലവാക്കി അതിലും പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ നേരിടുമ്പോഴാണ് അമേരിക്കയിലെ തീവ്ര വലതുപക്ഷക്കാരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കാൻ നടത്തുന്ന ഈ നടപടികളിലേക്ക് ട്രംപ് വീണ്ടും വ്യാപരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നീക്കം നടത്തിയത് വലിയ വ്യാപക വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രതികരണമൊന്നും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും വംശീയ പരാമർശങ്ങളുള്ള കത്ത് റീപോസ്റ്റ് ചെയ്തതിൽ വലിയ വിമർശനമാണ് ട്രംപ് നേരിടുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ചൂട് കൂടുന്നു, ചൂടിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് നമ്മൾ ഈ വൈകുന്നേരം ഇന്ന് തുടങ്ങിയപ്പോൾ ആദ്യം അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. അപ്പോൾ തന്നെ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവർ, പാമ്പിൻ്റെ ശല്യം കൂടുന്നതൊക്കെയും ഈ ചൂടിനോടനുബന്ധിച്ച് വലിയ വാർത്തകളാണ്. 8 വയസ്സുകാരൻ അൽജോയുടെ വിയോഗത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ മറ്റൊരു കുരുന്നു ജീവൻ കൂടി ഇന്ന് പൊലിഞ്ഞു. തിരുവനന്തപുരം ചിറയൻ കീഴിലാണ് വീണ്ടും ഒരു 8 വയസ്സുകാരൻ കൂടി പാമ്പ് കടിയേറ്റ് മരിച്ചത്. തിരുവനന്തപുരം ചിറയൻ കീഴിൽ ആണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. 8 വയസ്സുകാരൻ ദിക്ഷലാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഉറങ്ങുന്നതിനിടെയായിരുന്നു കുഞ്ഞിനെ പാമ്പ് കടിച്ചത്. കുട്ടിയുടെ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിന്നീട് പിടികൂടി. അതേസമയം പരിക്കേറ്റ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് മതിയായ പരിചരണം ലഭിച്ചില്ല എന്നൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി വരാം. എന്തായാലും ചൂട് കൂടുമ്പോൾ പാമ്പ് കടിയേൽക്കുന്ന വാർത്തകൾ കൂടുന്നു എന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അഴൂർ മൂലേൽ വീട്ടിൽ അനുവിൻ്റെ മകൻ ദിക്ഷലാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഉറങ്ങിക്കിടക്കുന്നതിനിടെ പാമ്പ് കുഞ്ഞിനെ കടിക്കുകയായിരുന്നു. കാലിൽ എന്തോ കടിച്ചതായി കുട്ടി പറഞ്ഞു. പുലർച്ചെ 2:30 ഈ സംഭവം. തുടർന്ന് കുട്ടിയെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കുഞ്ഞിന്റെ മരണം സംഭവിച്ചു. വീട്ടിൽ നിന്ന് പിന്നീട് തെരച്ചിലിൽ ഈ മൂർഖൻ പാമ്പിനെ പിടികൂടുകയും ചെയ്തു.
പരിക്കേറ്റ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് മതിയായ പരിചരണം ലഭിച്ചില്ല എന്നതാണ് കുടുംബം പറയുന്നത്. അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. അല്ല, ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ഇവിടെ പാമ്പിൽ കടി കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ചെറുങ്ങനെ കൊണ്ടുവന്നപ്പോൾ ചെറുങ്ങനെ കൊണ്ടുവന്ന അപ്പോഴേ അവർ പറയുന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴിയിലാണ് കൊച്ചു മരണപ്പെട്ടത്. അല്ല, അവിടെ നിന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇഞ്ചക്ഷൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോഴൊന്നും ഇഞ്ചക്ഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചക്ഷൻ കൊടുത്ത് കൂടെ പോയത് ഞാനല്ല, അത്യാവശ്യം എന്ത് കൊടുത്തെന്ന് അറിയാൻ പോയി. പക്ഷേ എന്തൊരു കാര്യം ഇറങ്ങി കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവരപ്പോഴേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറയും. അത് പല പ്രശ്നം അവിടെ നടന്നിട്ടുമുണ്ട്. ഇവിടെ ഈ പാമ്പുകളുടെ അടക്കം ശല്യം രൂക്ഷമായിട്ടുള്ള സ്ഥലമാണ്. പാമ്പിന്റെ ശല്യം ക്രമേണമുണ്ട്. കാലിന് ഏകദേശം കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ ഇവിടെ കിടക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പുരടക്കാർക്കൊന്നും ഈ കിടക്കുന്നതെല്ലാം ഒരുവിധം പൈസ ഉള്ള ആൾക്കാരെ പുരടങ്ങളാണ്. അവർ തേങ്ങ വെട്ടാൻ വേണ്ടി മാത്രം വരും. എല്ലാ പുരടം ഒന്നും വൃത്തിയാക്കാനോ ഒന്നിനും വരത്തില്ല. ഇപ്പോൾ ഈ പരിസരത്ത് മൊത്തം ഈ മരങ്ങളെല്ലാം മുറിച്ചിട്ടുകൊണ്ടാണ് ഈ പാമ്പൂടെ കയറാൻ കാരണം. ഇവിടെ ഇത്രയും വർഷം ഇവിടെ താമസിക്കായിരുന്നു. പക്ഷേ ഇവർക്ക് ഈ പുരടക്കാരും വന്നിട്ട് തിരിഞ്ഞു നോക്കത്തൊന്നുമില്ല. ഈ പാവപ്പെട്ടവർ 2 സെന്റോ 5 സെന്റിലോ താമസിച്ച് കഴിഞ്ഞാൽ അവരങ്ങ് നടുക്ക് പെടുകയാണ് ചെയ്യുന്നത്. ഈ സമയതാമസം ഒന്നും ഉണ്ടായില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റി. ഇവിടെ നിന്ന് അറിഞ്ഞ് പിന്നെ റെയിൽവേ ഗേറ്റൊക്കെ ഉള്ളതാണ്. പിന്നെ കൊച്ചുങ്ങൾ അപ്പം തന്നെ അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് അപ്പം തന്നെ കൊണ്ടുപോയി. പക്ഷേ ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു. നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയില്ല ആദ്യഘട്ടത്തിൽ. അതുകൊണ്ടാണ് കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. സാരംഗ് സുധാകരൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, വലിയ പ്രതിഷേധമാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്? കുട്ടിക്ക് ചികിത്സ കിട്ടാത്തതാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് രേണുക. ഇവിടെ കുടുംബവും CPM കോൺഗ്രസും BJP അടക്കം ആരോപിക്കുന്നത് ഇവിടെ ചിറയൻകീഴ് ആശുപത്രി സ്ഥിരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ആശുപത്രിയാണ്. ചികിത്സാ പിഴവടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഇതിന് മുൻപ് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാലതാമസം, അതായത് ഈ ഒരു ചികിത്സയിൽ ഉണ്ടായിട്ടുള്ള ഒരു ശ്രദ്ധക്കുറവടക്കമാണ് മരണത്തിലേക്ക് കാരണമായത്. കാരണം ഈ ഒരു പാമ്പ് കടിയേറ്റത് ആണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുവേണ്ട കൃത്യമായ ചികിത്സ നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി ഈ ഒരു മരണം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസും BJP അടക്കം ആരോപിക്കുന്നത്. കുടുംബവും ആ ഒരു വിഷയം ആരോപിച്ചിരുന്നു. എന്തിനായാലും ഈ കുട്ടിയുടെ മരണം അത് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു അതായത് ഉടൻ തന്നെ, അതായത് 2:30 ഈ ഒരു സംഭവം നടക്കുന്നത്. പാമ്പ് കടിയേറ്റ് കുട്ടി തന്നെ എഴുന്നേറ്റ് നിന്നാണ് ഈ പ്രശ്നം, അതായത് എന്തോ കടിച്ചു എന്ന് മാതാപിതാക്കളെ അറിയിക്കുന്നത്. ഉടൻ തന്നെ അവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ നിന്നും അങ്ങനെ പാമ്പ് കടിയേറ്റ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതായത് പരിശോധന നടത്തിയിരുന്നു, പക്ഷേ ആന്റിവെനം നൽകാനുള്ള ഒരു അതായത് ഈ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ കഴിയാത്തതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതിനുശേഷമാണ് പിന്നീട്, അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരുന്ന വഴി ഇത്തരത്തിലൊരു പെട്ടെന്ന് മരണം ഉണ്ടാവുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മൃതദേഹം കൊടുക്കുകയും അടക്കം ചെയ്തത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു പ്രതിഷേധം തുടരുകയാണ്. നമുക്ക് BJPയുടെ പ്രതിഷേധം അവസാനിച്ചാണ് ഇപ്പോൾ യൂത്ത്. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. നമ്മൾ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കണം പാമ്പുകടിയേറ്റാൽ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കൃത്യസമയത്ത് എത്തിച്ചിട്ടും ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല. അത് ചികിത്സയിലെ വീഴ്ചയെന്ന് കുടുംബം പറയുന്നു. എന്തായാലും കൃത്യമായ അന്വേഷണം അക്കാര്യത്തിൽ ഉണ്ടാകട്ടെ. തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് അന്വേഷണത്തിലൂടെ വ്യക്തമാകട്ടെ. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് സങ്കടകരമായ കാര്യം. അവിടെ വീടുകൾ, പറമ്പുകൾ വൃത്തിയാക്കാത്ത കാര്യം സൂചിപ്പിക്കുകയുണ്ടായി ബന്ധു സംസാരിച്ചപ്പോൾ. മറ്റുള്ളവർക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഇത്തരം കാട് മൂടിയ ഇടങ്ങൾ വൃത്തിയാക്കി കൊടുക്കാനുള്ള ബാധ്യത ഈ ഭൂ ഉടമസ്ഥർക്കുള്ളതാണ്. അത് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ പരാതി നൽകിയാൽ അത് സാധിക്കുന്നതുമാണ്. അത്തരം ഉത്തരവാദിത്തങ്ങൾ സ്വയമേ നിറവേറ്റേണ്ടതാണ് മനുഷ്യർ. കാരണം മറ്റുള്ളവർക്ക് ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഈ പറമ്പുകളൊക്കെ വൃത്തിയാകാതെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനവർ മുൻകൈ എടുക്കട്ടെ. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നവരൊക്കെ അങ്ങനെ ഇടപെടൽ നടത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമ്മുടെ സമയം ഇന്ന് അവസാനിക്കുകയാണ്. നേരം വൈകുന്നേരം ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ ചാനൽ കാണാം.